ഇത് എവിടെ പോകുന്നു? ഹായ് കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ സിങ്ക് ഹോളിൽ നിന്ന് യാത്ര തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ രണ്ടാമത് പോയത് വാദി അൽ ഷാബിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ വാദി അൽ ഷാബ് എന്ന ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വാദി അൽ ഷാബ് 1 കിലോമീറ്റർ. അപ്പോൾ ഇതിന് 1 കിലോമീറ്റർ അകത്തേക്കാണ് ഇനി പോകേണ്ടത്. നമ്മൾ ചെല്ലുന്ന ഉടനെ തന്നെയുള്ള ഒരു ഏരിയ മാത്രമാണിത്. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമുക്ക് അകത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. കുറച്ചകത്തേക്ക് നടക്കുമ്പോഴാണ് നമ്മൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത്. കുറച്ചകത്തേക്ക് നടക്കുമ്പോൾ പിന്നീട് അവിടെ നമ്മൾ ഒരുപാട് ആളുകളെയൊക്കെ കണ്ടു. ബോട്ടിങ്ങിന് പോകാനുള്ള സൗകര്യമുണ്ട്. ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ. അവിടെ കുറേ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിൽ. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും കുറച്ച് മുന്നേ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ അവരുടെ പുറകെ പോകുവാണ്. അപ്പോൾ കുറച്ച് ആളുകൾ നടന്ന് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അവിടെ നിന്ന് വെള്ളത്തിലൂടെ ഇറങ്ങി തൊട്ടടുത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങളും കരുതി നമുക്കും അതുപോലെ പോകാൻ കഴിയുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും നടന്നു പോകുന്നത്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം മുന്നേ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോകുന്നു, നമ്മളും അതുപോലെ അവരുടെ പുറകെ വെച്ച് പിടിച്ചു. അപ്പോൾ ഒരു വയൽ പോലൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതിലേക്കൂടെ വെച്ച് ഞങ്ങൾ നടന്നു പോവുകയാണ്. കുറേ ചെളിയും ഒക്കെ ചവിട്ടി ഞങ്ങൾ കുറേ ദൂരം അങ്ങ് ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആളുകളൊക്കെ കുറച്ച് വെള്ളം, അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം കുറച്ച് നമ്മളുടെ ഏകദേശം കുറച്ച് മുകൾ ഭാഗത്തേക്ക് തന്നെ വെള്ളമുണ്ട്. നമുക്കിവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതുവഴി ഇറങ്ങി വന്നത് ഇതുവഴി പോകാനാണ്. പക്ഷേ ഇവിടെ അപ്പുറത്തേക്ക് നല്ല വെള്ളമുണ്ട്, ഒരുപാട് നനയുന്നുള്ളത് കൊണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് അങ്ങനെ ബോട്ടിൽ പോകാനാണ്. ഓക്കെ.
നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും കുറച്ച് തണൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് വെയിലൊന്നും ശ്രദ്ധിച്ചില്ല. വെയിലത്ത് തന്നെ നടന്നാണ് വീഡിയോ ഫുൾ എടുപ്പ്. ശങ്കർകുട്ടൻ എന്താ ഇവിടെ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറയുകയാണ്. കുറേ ദൂരം നടന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയൂ. അപ്പം ബോട്ടിറങ്ങി അപ്പുറത്തിറങ്ങി കുറേ ദൂരം നടക്കണം, ഒരുപാട് നടക്കാനുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. വെയിലൊക്കെ ഒന്നും ഒരു പ്രശ്നമേ അല്ലെന്ന രീതിയിലാണ് എല്ലാവരും നടത്തുക. പിന്നെ ഷോളൊക്കെ തലയിലൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. എന്തായാലും നന്നായിട്ട് നടന്നു. ഒരുപാട് വെയിലും കൊണ്ട് വെയിലൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും പോക്ക്. കാരണം ഇതിൻ്റെ അങ്ങേയറ്റത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ട്, അവിടെ എന്താണുള്ളത് എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. പിന്നെ പോകുന്ന വഴിക്ക് ഇതാ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പം മാവിൽ നിന്ന് മാങ്ങയൊക്കെ പിച്ചെടുക്കാമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അങ്ങോട്ടേക്ക് പോയത്. മുന്നോട്ടേക്ക് പോകും തോറും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കെട്ടുകളുണ്ടായിരുന്നു. ഒരു പൂള് പോലെയൊക്കെ കാണാമായിരുന്നു. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല ചുറ്റും പാറക്കെട്ടുകളും. എത്ര പൊക്കത്തിലാണെന്നോ ആ പാറ നിൽക്കുന്നത്. ആകാശമുട്ടയുള്ള പൊക്കത്തിലുള്ള പാറക്കെട്ടുകൾക്ക് നടുവിലായി അരികത്തായി ഒക്കെ നടുവിലൊരു വഴിയും അരികത്ത് ഒരു പൂള് പോലെയുള്ളതൊക്കെ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലേക്കാണ് അവിടുത്തെ ഭംഗി. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി വെയിൽ താന്നിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആസ്വദിക്കാം. ഇപ്പം ശരിക്കും എത്ര വെയിലുണ്ടെങ്കിലും ഇതൊന്നും നമ്മൾക്ക് ഒരു ബാധകം അല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത്. കാരണം ഇതിൻ്റെ അങ്ങറ്റത്തേക്കാണ് ആളുകളൊക്കെ പോകുന്നത്. അങ്ങറ്റത്തേക്ക് ഏറ്റവും അറ്റത്ത് എന്തോ ഒരു സംഭവമുണ്ട്. അവിടെയാണ് എല്ലാവർക്കും പോകാൻ, കാണാനും അവിടെ എന്താണെന്ന് അറിയാനും ഒക്കെയുള്ള ആകാംക്ഷ. എല്ലാവരും അങ്ങനെ പോവുകയാണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട്. എത്ര നടന്നിട്ട് എത്തുന്നില്ല. അത് മാത്രമല്ല ചെറിയ ചരലായിരുന്നു. അപ്പോൾ ഈ ചരലിൽ കൂടെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടില്ലേ, അത് വെള്ളം വിൽക്കുന്ന ഒരാളുടെ ആട്ടോ. വെള്ളം വിൽക്കാൻ വേണ്ടി ഒരാൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. തണുത്ത വെള്ളം വേണ്ടുന്നവർക്കൊക്കെ വാങ്ങാം. ഞങ്ങളുടെ കയ്യിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അത് കുടിച്ചു. തിരിച്ചു വന്നപ്പോൾ പലരും വാങ്ങി. ആ പോയൊക്കെ ചെയ്യാം, പക്ഷേ കുറേ നേരം നിൽക്കാൻ വയ്യ. ടീം ക്യാപ്റ്റൻ അവശനായിരിക്കുകയാണ്. ക്യാപ്റ്റി അതിന് കമന്റ് ക്യാപ്റ്റീൻ ആണെന്ന് എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ശരി, ഷെഹന ഷൂ എടുക്കാൻ മറക്കല്ലേ പോകുമ്പോ. സെൽഫി ആണെങ്കിൽ സെൽഫി മതി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നടന്ന് മടുത്ത് കേട്ടോ. പിന്നെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം എന്ന് പറയുന്നുമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാഷേട്ടൻ വീഡിയോ എടുത്ത് തരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ട് ഇതിൽ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വീഡിയോയിൽ വരില്ലല്ലോ, നമ്മൾ മറ്റുള്ളവരുടെ എല്ലാം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് എവിടേക്കോ ഞാനുണ്ട്. അതെനിക്ക് എല്ലാവരും മറ്റുള്ളവരൊക്കെ എടുത്ത വീഡിയോയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ നമ്മുടെ ടീമുകൾ മറ്റുള്ള ആളുകളോടൊപ്പം, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ആളുകളോടൊപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഇവിടെ ടീച്ചേഴ്സൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. കൊച്ചുകുട്ടികൾ മാത്രം, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ 1-2 സാറന്മാരൊക്കെ ഇറങ്ങി. അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസം. കണ്ടില്ലേ, ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്ര മാത്രം ദൂരം സഞ്ചരിച്ച് നമ്മൾ ഇവിടെ വരുന്നത്. ഇവിടെ ലാസ്റ്റ്. പിന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ കയറി പോയാൽ പലതും കാണാമായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇവിടം വരെ വന്ന് ഈ വെള്ളത്തിലിറങ്ങി കുറേ നേരം ഇവിടെ
ഒക്കെ ഇവിടെ നിന്ന് കളിച്ച് ശങ്കുരുമോനൊക്കെ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. മാക്സിമം തല നനയാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ദൂരെ നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. മറ്റ് പല ആളുകളും ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്ര മാത്രമേ എടുക്കാൻ കഴിയൂ. അടുത്തൊന്നും പോയി ഞാൻ എടുത്തില്ല. നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം കളിക്കുന്നത് കാണുന്നുണ്ടല്ലോ, അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവർ കുഞ്ഞുങ്ങൾ 3 പേരാണ് ശരിക്കും വെള്ളത്തിലിറങ്ങി ഇത്രയും സന്തോഷിച്ചത്. ശങ്കുരുമോൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എല്ലാവരും വിശന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയാൽ മതി എന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും 3 മണിയായി. അവിടെ കയറി ബിരിയാണി കഴിച്ചു. അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല ബിരിയാണി, എങ്കിലും വിശന്നതായതുകൊണ്ട് കഴിച്ചു. എല്ലാവരും നല്ലതായിട്ട് ക്ഷീണിച്ചു. വെയിലൊക്കെ കൊണ്ട് പാടിയിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരുടെയും. എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫുഡ് കഴിക്കുന്നതും മറ്റും ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചത് പെബിൾ ബീച്ചിലേക്കാണ്. പെബിൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ പെബിൾ ബീച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ സാധാരണ ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായി പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ബീച്ചിൻ്റെ ഏരിയ, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏരിയയൊക്കെ ശരിക്കും മണ്ണായിരിക്കും. അപ്പം കരയെന്ന് പറയുന്നത് ശരിക്കും മണ്ണായിരിക്കും. പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. ഉരുളൻ കല്ലുകൾ, പരന്ന കല്ലുകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര രസമുണ്ടായിരുന്നറിയോ ആ കല്ല് കാണാൻ. നമുക്കതെല്ലാം അവിടെ നിന്ന് വാരിയെടുത്ത് കൊണ്ടുവരാൻ തോന്നുന്ന തരത്തിലേക്കുള്ള കല്ലുകൾ, പരന്ന കല്ലുകൾ, ചിത്രം വരയ്ക്കാൻ പറ്റുമായിരുന്ന കല്ലുകൾ ശങ്കുരുമോനൊക്കെ പറക്കിയെടുത്ത് കൂട്ടി വെക്കുമായിരുന്നു. ആണ്ടേ ഇതാണ് പെബിൾ ബീച്ച്. അതിന് തൊട്ട് ഫ്രണ്ടിലേക്ക് നിങ്ങൾ കാണുന്ന കണ്ടില്ലേ, കുറച്ച് ഭാഗം ഇങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ചെറിയ കല്ലുകളാണ്, വെള്ളക്കല്ലുകൾ. ഇതാണ് പെബിൾ ബീച്ച്. ബീച്ചിൻ്റെ ഏരിയ ഫുള്ളും കല്ലുകളാണ്. അതായത് ചെറിയ കല്ലുകൾ, വെള്ള കളറിലുള്ള കല്ലുകൾ. ഈ കല്ലുകൾ എന്ന് പറയുന്നത് അത് നല്ല ഷേപ്പിൽ നമുക്ക് തോന്നും. വളരെ ഷേപ്പിലാണ് അത് കിടക്കുന്നത്. ഓവലും റൗണ്ടും ഒക്കെയുള്ള പല ഷേപ്പുകളിലുള്ള കല്ലുകളാണ് ഈ ബീച്ചിൽ കാണാൻ കഴിഞ്ഞത്. അതായിരിക്കാം പെബിൾ ബീച്ച് എന്ന് പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാണ് ബീച്ച്. നോക്കിക്കേ, ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിൽ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പെബിൾ കാണാൻ കഴിയും. കാണുന്നില്ലേ താഴെ? ഞങ്ങൾ ഈ പെബിളിൻ്റെ പുറത്തു കൂടിയാണ് നടക്കുന്നതൊക്കെ. ശങ്കുരുമോൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആരോ വരച്ചിട്ട് ബാക്കി ഇട്ടിട്ട് പോയ ഒരു ചാർക്കോൾ കിട്ടി. അതുകൊണ്ട് അവിടെ കല്ലിൽ ചിത്രം വരപ്പ് തുടങ്ങി. ചിത്രം വരപ്പും എഴുത്തും തുടങ്ങി. അത് സജിയ പ്രതിഭ എന്നൊക്കെ എഴുതി വയ്ക്കുവാണ്. അത് ശങ്കുരുക്കുട്ടൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും മിക്കുള്ളവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തായാലും പെബിൾ ബീച്ച് ഞങ്ങൾക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിങ്ങ് നടന്ന് തണലുള്ള സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയൊക്കെ വരുമ്പോൾ ഈ പാറയുടെ ഷെയ്ഡ് കൊണ്ട് നമുക്ക് ഒട്ടും വെയിലില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്ത് നല്ല തണലാണ്. അതായത് ഈ പാറപ്പുറത്താണ് ഇരിക്കുന്നത്. ആ പാറയുടെ കളർ തന്നെ കണ്ടില്ലേ, ഒരു ക്രീം കളറിലെ പാറയാണ്.
ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ്. അകത്തേക്കൊക്കെ ഒരു ഗുഹ പോലെയുണ്ട്. അങ്ങോട്ട് കയറിപ്പോകാമെന്നൊന്നും അറിയില്ല. ചിലപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. ഇതാ എന്താ ചന്ത അല്ലേ, കാണുന്നില്ലേ പേബിള് നിങ്ങൾ? ഇപ്പോൾ സമയം നിങ്ങൾ കാണുന്നില്ലേ, ഏകദേശം 5:30 കഴിഞ്ഞു. സന്ധ്യയായി വരുന്നുണ്ട്. സൂര്യൻ്റെ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് വരുന്ന വഴിക്കുള്ള വീഡിയോ ആണിത്. തിരിച്ച് വരുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. തിരിച്ച് വന്നതിൻ്റെ വിഷമമുണ്ട്. കാരണം അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. കുറച്ചുകൂടി ഇരിക്കാമായിരുന്നു തോന്നി. പക്ഷെ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് വന്നല്ലേ പറ്റൂ. എല്ലാവരും കറക്റ്റ് ഇത്ര മണിക്ക് തിരിച്ച് വരും എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് രാവിലെ പുറപ്പെട്ടതും. അങ്ങനെ കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. ഞങ്ങളുടെ മൊബൈലയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളുടെ ചെറിയ സന്തോഷം ഞാനിവിടെ കാണിച്ചു, പറഞ്ഞു. ഇതിനോടൊപ്പം കുറച്ച് ഫോട്ടോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സമയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.